അന്നത്തെ കാലഘട്ടമൊന്നും അല്ല ഇപ്പം സിനിമ. ഇപ്പം മാറി. ചെറിയ ആൾക്കാർ, ന്യൂ ജനറേഷൻ കുട്ടികൾ വന്നു. പക്ഷെ എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. അവരെ ശരിക്കും ഒരു അത്ഭുതത്തോടെ തന്നെയാണ് ഞാനൊക്കെ നോക്കുന്നത്. സിനിമ ചെയ്യുന്നതും ചെറിയ ത്രെഡ് വെച്ചിട്ട് അവർ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അമ്മ അച്ഛനൊന്നും ഇല്ല സിനിമയിൽ, അത് മാത്രമേ ഇല്ല. അങ്ങനത്തെ വേഷങ്ങളും ഇല്ല സിനിമയിൽ, സബ്ജക്റ്റിൽ പോലും ഇല്ല, സബ്ജക്റ്റിൽ വളരെ ചുരുക്കമുള്ളൂ. അതെ. പിന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ക്യാരക്ടറിന് പറ്റുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുക എന്നുള്ള അവർ ചെയ്യുന്നത്, അല്ല ആർട്ടിസ്റ്റിനെ എല്ലാവരും നോക്കുന്നത്. ഒരമ്മയോ അച്ഛനോ ചേട്ടനോ ആരാണെങ്കിലും അതിന് പറ്റുന്ന ഒരാളെ സെലക്ട് ചെയ്യുക, അവർ അഭിനയിക്കുക. പക്ഷേ അടുത്ത പടത്തിൽ അവരുണ്ടാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ തിരയുമ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ നമുക്ക് മുഖങ്ങൾ കിട്ടുന്നില്ല. 1-2 പടങ്ങൾ ചെയ്ത് പോവുകയാണല്ലോ. നമ്മളൊക്കെ അന്ന് ചെയ്തത് കൊണ്ടാണ് ഇപ്പോൾ ആൾക്കാരുടെ മനസ്സിൽ നിൽക്കുന്നത്. പത്രത്തിലൊക്കെ പേര് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെയൊക്കെ പേരുകളും എല്ലാവരും മനസ്സിലേക്കും പതിയും. പണ്ടത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല കാലഘട്ടം തന്നെയായിരുന്നു. ഈ കാരവൺ വരുന്നവരെ തന്നെ മോഹൻലാൽ അടക്കം വന്നിരിക്കുകയല്ലേ നമ്മളുടെ കൂടെ. ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചുറ്റും ഇരിക്കും, സംസാരിക്കും, ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ തന്നെ എല്ലാവരും അവിടെ ഒരു ഇതായിരുന്നു, രസമായിരുന്നു. ഇപ്പൊ കാണുന്നില്ല ആൾക്കാരെ. സീനിൽ വരുമ്പോഴേ കാണുന്നുള്ളൂ. സീൻ വരുമ്പോൾ കാണും, അത് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഉണ്ടാവില്ല. പണ്ട് നമ്മുടെ സീൻ ഇല്ലെങ്കിൽ നമ്മൾ ലൊക്കേഷനിൽ കാണും, റൂമിലിരിക്കില്ല. അത് ഡയറക്ടർക്ക് കാണുന്ന രീതിയിൽ തന്നെ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, വിളിച്ചാൽ വരാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുന്നുണ്ടാവും ആൾക്കാർ. ഇപ്പോൾ ഒരു ഷോട്ട് കഴിഞ്ഞാൽ വിളിച്ചിട്ട് വരണേ, കാരണം കാരവൺ എവിടെയെങ്കിലും ഇരിക്കും, അവിടെ നിന്ന് വിളിച്ച് കൂട്ടിക്കൊണ്ടല്ലേ. അത്രയും ലാഗിയൂടെ. അതെ. അപ്പോൾ സൗകര്യം നോക്കുമ്പോൾ ഇപ്പോഴും നല്ല തന്നെയാണ്. കാരണം ബാത്റൂം ഒന്നും നമ്മൾ പോകാൻ പണ്ടത്തെ പോലെ എല്ലാവരുടെ കയ്യിലും മൊബൈലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷിതത്വം നല്ല തന്നെ. അത് തന്നെയാണ്, അത് ഇപ്പോൾ ഉള്ളതാണ്. അതെ. പക്ഷേ ഇപ്പോഴത്തെ നമുക്ക് പുറത്തു പോലും നിൽക്കാൻ പറ്റില്ല, സെൽഫി എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്, ഫോട്ടോ എടുക്കുന്ന. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യമാണ്. അന്നത്തെ കാലഘട്ടം ഓരോ ഡയറക്ടർമാർ, എല്ലാ പ്രധാനപ്പെട്ട ഡയറക്ടർമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഓരോ ഡയറക്ടർമാർ നമ്മൾ ഈ പറഞ്ഞു 16 സിനിമയൊക്കെ ഒരു വർഷം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ നിസ്സാര കാര്യമില്ല. ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ചെയ്തു വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് അടുത്ത ലൊക്കേഷൻ കൂടെ പോയി, യാത്രയാണ്, ഭയങ്കര യാത്രയാണ്. അപ്പോൾ ഓരോ ഡയറക്ടർമാർ നമ്മൾ ചെയ്തു വെച്ച സീൻ ഇന്നൊക്കെയാണ് പോയിന്ന് കണ്ട് തൃപ്തിപ്പെടാം. പണ്ട് അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ ആ ഡയറക്ടർ നമ്മൾ ചെയ്ത സീൻ ഹാപ്പിയാണെന്ന് സീനത്ത് എന്നൊരു ആക്ടറിന് മനസ്സിലാക്കണം എങ്ങനെയായിരിക്കും? ഓരോരുത്തരും കട്ട് പറയുന്ന രീതിയുണ്ട്, അതാണ് ചോദിച്ചത്. മനസ്സിലാവും. അപ്പൊ അത് തന്നെ മനസ്സിലാക്കും. പിന്നെ അവര് വിടില്ലല്ലോ അല്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ട് അത് അപ്പൊ തന്നെ മനസ്സിലാവും ഇഷ്ടമായി അല്ലെങ്കിൽ അതാണെന്നുള്ളത്. അങ്ങനെ ഏറ്റവും രസകരമായ മുഹൂർത്തമുണ്ട്. ഈ കട്ടിലും രസകരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു തൃപ്തിയല്ലാതെ കട്ട് പറയുന്നവരുണ്ടാവും, തൃപ്തിയോടുകൂടി കട്ട് പറയുന്നുണ്ടാവും, ഇത് മതി എന്നുള്ള രീതി കട്ട് പറയുന്നത്. അങ്ങനെ ഒരു മുഹൂർത്തമാണ് ഓർക്കാവും. അങ്ങനെ ഇപ്പം എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഗോഡ് ഫാദറിൽ സിദ്ദിഖ് കട്ട് പറഞ്ഞ ബാക്കപ്പ് പറഞ്ഞതേ ഓർമ്മയുള്ളൂ. കാരണം എല്ലാവരും കൂടെ എന്നെ ഡയറക്റ്റ് ചെയ്യാൻ വന്നപ്പോഴേ കട്ടും ബാക്കപ്പും ഒരിക്കലും ഒരുമിച്ച് പറഞ്ഞു. കാരണം ഡയറക്ടറുടെ എണ്ണം കൂടുതലാണ്, നാളെ എടുക്കാൻ പറഞ്ഞിട്ട്. രസകരമായി പറയണമെങ്കിൽ അതാണ് ഓർക്ക് വരുന്നില്ലേ. അവരുടെ കൂടെ ഉള്ള അനുഭവം വലുതായിരുന്നല്ലോ അല്ലേ? അവരുടെ കൂടെ ഞാൻ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ആക്ടറിന് എപ്പോഴും നല്ല. അവർ ഒരു സിനിമ കേട്ട് ആ സിനിമയുടെ കൂടെ അവർ ചെയ്യുന്ന അടുത്ത സിനിമയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നുള്ള വിശ്വാസതയാണല്ലോ കിട്ടുന്നത്. അതെ. അല്ലെങ്കിൽ അടുത്ത സിനിമ വരുമ്പോൾ നമ്മൾ വിളിക്കാതെ വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്ത പോലെ തോന്നും. പക്ഷെ ആ വിശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവരുടെ കൂടെയുള്ള യാത്ര അല്ലേ. നടിമാരിൽ അന്നത്തെ കാലത്ത് നിങ്ങളൊരു ബാച്ച് ഉണ്ടാവും, കുറേ നടിമാർ, അവരൊക്കെ ആയിട്ട് ഇപ്പോഴും സൗഹൃദം ഉണ്ടോ? അന്നത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അന്ന് ഈ ഫോണും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. സിനിമ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരെ കാണുന്നില്ല, ഒന്നുമില്ല, പിന്നെ അടുത്ത സിനിമയ്ക്കേ കാണുള്ളൂ. അങ്ങനെയുള്ളൊരു സൗഹൃദം ആ കാണുമ്പോഴുള്ള മാത്രം. ഇപ്പോഴത്തെ കുട്ടികൾക്കാണ് അതൊക്കെ കിട്ടുന്നത്. പോയാലും മൊബൈലുണ്ട്, അവരൊക്കെ യാത്ര പോകുന്നുണ്ട് പലരും ഒരുമിച്ച്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൊക്കേഷനിൽ സൗഹൃദം കൂടുതലുണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും പണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് അങ്ങനെയാണ്. അങ്ങനെ ഏറ്റവും സൗഹൃദം ഉണ്ടായിരുന്ന ആളാരായിരുന്നു? അങ്ങനെ എനിക്ക് ലളിത ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് ഒന്നാമത് സിനിമയിൽ വല്ലാത്ത കൂടുതൽ സൗഹൃദം എനിക്ക് ആ കാണുമ്പോഴുള്ളതേ ഉള്ളൂ. പിന്നീട് കൂടുതൽ എടുത്തു പറയാനുള്ള പേരുകൾ എനിക്ക് വളരെ കുറവാണല്ലേ? എന്താണ് അങ്ങനെയാണ്. ഇപ്പോൾ എനിക്കറിയില്ല, അങ്ങനെ ഒരു നമ്മൾ നിരന്തരം വിളിക്കുക. അപ്പോൾ ഊർമിളയൊക്കെ ആണെങ്കിൽ തന്നെ വിളിക്കും, നമ്മളെവിടെയും പോകണമെങ്കിൽ വിളിക്കും. അതല്ലാതെ നമ്മൾ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സാധനമല്ല. എനിക്കൊന്ന് ഈ ഊർമിളയുടെ കാര്യം നിങ്ങൾ ഒരുമിച്ച് അമ്മയുടെ മീറ്റിംഗ് ഞങ്ങൾ എവിടെ വന്നാലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ ആൾക്കാർ ആയിരിക്കും നമ്മൾ നിരന്തരം വിളിയും സംസാരവും ഒക്കെയാണ്. അങ്ങനെയില്ല. പക്ഷെ എന്ന് കാണുമ്പോൾ ഒരേപോലത്തെ സൗഹൃദ. ഞങ്ങളെ രാഷ്ട്രീയം തന്നെ ഭയങ്കര വ്യത്യാസമാണ്. അതുകൊണ്ട് രാഷ്ട്രീയം പറയല്ല, മനസ്സിലായില്ലേ? അപ്പോൾ
അത് പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യില്ല. അപ്പം എവിടെ പോകുമ്പോഴും ഉർമിളയുടെ ഫോൺ വരും, സി വരുന്നുണ്ടോ, സി വരുന്നുണ്ടേ ഞാൻ വരാം, അങ്ങനെ പറയും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.